കഴിഞ്ഞ മെയ് 10 അതായത് ഈ കഴിഞ്ഞ മെയ് 10 മുതൽ ഇതുവരെ പാക് അധിനിവേശ കാശ്മീരിൽ അതിരൂക്ഷമായിട്ടുള്ള സംഘർഷവും പ്രക്ഷോഭവും തുടർന്നു വരുന്നതിനിടയിൽ എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ചാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇത് ഇന്ത്യയുടെ ഭാഗമാണ്, ഒരു തുള്ളി രക്തം ചിന്താതെ നമുക്കത് ലഭിക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ അദ്ദേഹം നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് പാക് അധിനിവേശ കാശ്മീർ എന്ന് ഇന്ത്യയുടെ ഭാഗമാകുമെന്ന്. അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഇതാണ്: അത് എന്നും ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്, അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അതായത് നമ്മൾ പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഒരു നിയമമുണ്ട്, അത് നമ്മുടെ ഭാഗം തന്നെയാണ്. ഇപ്പോഴും ജമ്മു കാശ്മീരിലെ നിയമസഭയിൽ പാക് അധിനിവേശ കാശ്മീരിന് വേണ്ടിയിട്ടുള്ള സീറ്റുകൾ നീക്കിവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സംവരണം ചെയ്ത സീറ്റുകൾ നീക്കിവെച്ചിട്ടുണ്ട്. പാക് അധിനിവേശ കാശ്മീർ നമ്മുടെ തന്നെയാണ് എന്ന് തന്നെയാണ് ഇന്ത്യയുടെ എക്കാലത്തെ നിലപാട്. അതിൽ യാതൊരു മാറ്റവുമില്ല. അങ്ങനെ നമ്മുടേതായ ഒരു കാര്യത്തിൽ എന്ന് നമ്മുടെ സ്വന്തമാകുമെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് അർത്ഥമില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കി. ഏതായാലും കേന്ദ്രത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. പാക് അധിനിവേശ കാശ്മീർ ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.